ഹായ്, നമ്മുടെ വീടുകളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 4 തരം ഹെർബ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ 4 ഹെർബ്സിനായിട്ട് ഉപയോഗിക്കുന്ന ഇലകളും നമ്മുടെ വീടുകളിൽ എപ്പോഴും അല്ലെങ്കിലും പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. പക്ഷെ നമ്മളത് കാണും, നമ്മൾ ആവശ്യത്തിനുള്ളത് അപ്പം ഉപയോഗിക്കും, ആവശ്യത്തിനുള്ളത് അപ്പം എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പിന്നെ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ നമ്മളത് പുറത്തുനിന്ന് വാങ്ങാനാണ് നോക്കുന്നത്. അതല്ലാണ്ട് നമ്മുടെ വീടുകളിൽ അതെങ്ങനെ സൂക്ഷിച്ച് വെക്കാം, അതെങ്ങനെ അതിനെ സൂക്ഷിക്കാനായിട്ട് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉണക്കാനായിട്ടുള്ള എല്ലാ ഇലകളും ഒരു മുറത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, പൊട്ടിച്ചിട്ട്. ആദ്യം തന്നെ ഇവിടെ കാണിക്കുന്നത് വേപ്പിൻ്റെ ഇലയാണ്, കറിവേപ്പില. നമ്മൾ കുറേ പേരുടെ വീടുകളിലൊക്കെ ഉണ്ടാവും, എന്നാൽ കുറേ പേരുടെ വീടുകളിൽ ഉണ്ടാവില്ല. നമ്മൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇലകൾ വാങ്ങാറുണ്ട്. അതിൽ വിഷാംശം അടിച്ചിട്ടുള്ളതാണെന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാലും നമ്മളത് ഉണ്ടാവാത്ത സാഹചര്യത്തിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും. പക്ഷേ അത് നമുക്ക് ഇല കിട്ടുന്ന സമയത്ത് നമുക്കത് സൂക്ഷിച്ച് വെക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് കറികളിലിടാം, അതേപോലെ തന്നെ ഹെന്ന ഉണ്ടാക്കണതിലിടാം, അതേപോലെ ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ പല ഗുണങ്ങളുണ്ട് നമുക്കിത് ഉണ്ടാക്കി വെക്കണോണ്ട്. അടുത്തത് നമ്മുടെ സർവ്വസുഗന്ധിയുടെ ഇലയാണ്, ഓൾ സ്പൈസസ് പ്ലാന്റ്. അതിൻ്റെ ഇലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ കറിയാമ്പൂ, ഏലക്കായ തുടങ്ങിയവയുടെ എല്ലാം മണം കൂടിയിട്ടുള്ളതാണ് സർവ്വസുഗന്ധിയുടെ ഇല. പലപ്പോഴും നമ്മളിതിൽ ഇറച്ചി കറിയിലും ബിരിയാണിയിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നമുക്ക് കിട്ടുന്ന സമയത്ത് എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ആ കിട്ടിയ ഇല നമുക്ക് എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ബേ ലീഫ്, ഇന്ത്യൻ ബേ ലീഫ്. ശരിക്കുള്ള ബേ ലീഫ് അല്ല എന്ന് പറയുന്നുണ്ട്, ഇന്ത്യൻ ബേ ലീഫ്. പക്ഷേ ഇതിന് ഒരു മണമൊക്കെ ഉണ്ട്. പിന്നത്തെ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല. പനിക്കൂർക്കയുടെ ഇലയും തുളസിയുടെ ഇലയും കൂടി ഒരുമിച്ചാണ് ഇട്ടിട്ട് ഉണക്കുന്നത്. നമ്മുടെ ഒറിഗാനോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒറിഗാനോ നമ്മുടെ ഇറ്റാലിയൻ ഡിഷസായ പിസ്സ, പാസ്ത തുടങ്ങിയതിലൊക്കെ നമ്മളൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് ഇടണതാണ്. ശരിക്കുള്ള ഒറിഗാനോ ഇതല്ല ലീഫ്, പക്ഷെ ആ ഒരു സെയിം സ്മെല്ല് വരുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ സൂക്ഷിക്കണേ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതെല്ലാം ഞാനിവിടെ കഴുകിയാണ് വെച്ചിരിക്കുന്നത്. കഴുകി വെച്ചിട്ട് നമ്മുടെ ഇലയുടെ ബാക്കിലൊക്കെ ചെറിയ പ്രാണികൾ കൂട്ടിയിട്ടുണ്ടാവും, അതുപോലെ ചെളി തെറിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ എല്ലാതും നമ്മൾ നന്നായി അതൊന്ന് കഴുകിയെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ഇലകൾ നമ്മൾ വലിയ ഇലകളൊക്കെ നമുക്ക് ഓരോന്നും എടുത്തിട്ട് വേണമെങ്കിൽ തുടച്ചെടുക്കാം. ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമുക്ക് നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി, മുണ്ടോ അങ്ങനെ ഏതെങ്കിലും നമ്മുടെ കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ നന്നായി ഇട്ടിട്ട് അതിന് മൊത്തമായിട്ടൊന്ന് വേണമെങ്കിൽ തുടച്ചെടുക്കാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് വേണമെങ്കിൽ തുടച്ചെടുക്കാം. അപ്പോൾ അത് തുടച്ചെടുത്തിട്ട് ഓരോന്നും അതിൻ്റെ വെള്ളം, അപ്പോൾ അത് ഉണങ്ങുമ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളം മുഴുവൻ തുടച്ചെടുത്തിട്ട് നമ്മൾ സ്റ്റീൽ പാത്രത്തിലിട്ടിട്ട് ഉണക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ മുറയില്ലേ, നമ്മുടെ പണ്ട് ഉള്ള ആൾക്കാരുണ്ടാക്കിയിരുന്ന മുറം, അതിലിട്ടിട്ട് നമുക്ക് ഉണക്കാം, അതാണ് നല്ലത്. അപ്പോൾ സ്റ്റീൽ പാത്രം ഉള്ളവർ, നമ്മൾ ഏതിലാണോ ഇട്ടിട്ട് വീടുകളിൽ ഓരോ മിളകും സാധനങ്ങളൊക്കെ ഉണക്കാറുള്ളവർ, അങ്ങനെയുള്ളവർ അങ്ങനെ പാത്രത്തിലിട്ടിട്ട് ഉണക്കുക. അതേപോലെ പനിക്കൂർക്കയുടെ ഇല നന്നായിട്ട്, ബാക്കിയുള്ള ഇലയേക്കാളും കൂടുതൽ നന്നായി വെള്ളം മുഴുവൻ നമ്മൾ അത് ഒപ്പിയെടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ, അപ്പോൾ അത് പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും. കറിവേപ്പില നമുക്ക് മൊത്തം തുണിയൊക്കെ ഇട്ടിട്ട് അത് മൊത്തമായിട്ട് നമുക്കത് തുടച്ചെടുക്കാനേ പറ്റുള്ളൂ. ഓരോന്നായിട്ട് എടുക്കാൻ പറഞ്ഞത് ഒരു വിഷമമാണ്. പക്ഷെ ഇവിടെ 4 തരം ഇലകൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉണക്കാനായിട്ട്. എല്ലാ ഇലകളൊക്കെ മാക്സിമം അത് പരത്തിയിടാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. ഒന്നിൻ്റെ മുകളിൽ ഒന്നാവാത്ത വിധത്തിൽ അത് പരത്തിയിടാൻ പറ്റുക നോക്കുക. അപ്പോൾ നമ്മുടെ ബേ ലീഫിൻ്റെ ഇല, പനിക്കൂർക്കയുടെ ഇല, സർവ്വസുഗന്ധിയുടെ ഇല, ഇത് 3 നല്ല വെയിലത്ത് വെച്ചിട്ട് വേണം ഉണക്കാനായിട്ട്. നല്ല വെയിൽ വേണം. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൊണ്ട് നന്നായി ഉണങ്ങിക്കിട്ടും. പ്രത്യേകിച്ച് പനിക്കൂർക്കയുടെ ഇല ഒട്ടും വെയിലില്ലാത്ത സമയത്ത് വെച്ചാൽ പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്കും അത് പൂപ്പലൊക്കെ വരും. അതേപോലെ വേപ്പിൻ്റെ ഇല ചെറിയൊരു ഷെയ്ഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണക്കേണ്ടത്. ചെറിയ തണലും എന്നാൽ ചൂടും കിട്ടണമില്ല, അങ്ങനെ വേണം ഉണക്കാം. അപ്പോഴാണ് ആ പൊടിച്ച് വരുമ്പോൾ അതിനൊരു പച്ച കളർ നമുക്ക് കിട്ടുക. നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ എല്ലാ ഇലകളും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായി ഉണങ്ങി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതേപോലെ പനിക്കൂർക്കയുടെ ഇല അത് തൊടുമ്പോൾ തന്നെ അതിങ്ങനെ പൊടിഞ്ഞ് വരുന്ന പാകം, അതാണ് അതിൻ്റെ ഒരു പാകം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് പൂപ്പൽ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നന്നായി ഉണക്കിയെടുക്കുന്നത്. ഈ ഉണക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ആ ചൂടോടെ
ചൂടോടെ തന്നെ, ചൂടാറിനേക്കാൾ മുമ്പ് തന്നെ നമ്മളത് ഇട്ട് വെക്കണം. എന്ന് വെച്ചാൽ ചൂടാറി അത് തണുത്ത് കഴിഞ്ഞിട്ട് ഇലകളൊക്കെ ഒന്ന് തണുത്ത് വാടി അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. ചൂടോടെ തന്നെ നമ്മളത് പൊടിക്കാനുള്ളതൊക്കെ പൊടിച്ചിട്ട് നമ്മളത് ബോട്ടിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഒറിഗാനോ നമുക്ക് പിസയ്ക്കും പാസ്തയ്ക്കൊക്കെ ഇടാനായിട്ട് നമുക്കത് എടുത്ത് വെക്കാം. അതേപോലെ വേപ്പിൻ്റെ ഇല ഞാൻ നന്നായി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ നന്നായി വേണമെങ്കിൽ നൈസായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ വേപ്പിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ബോഡിയിലേക്ക് വരും. നമുക്ക് ഹെന്നയ്ക്കായാലും എന്തിനു വേണമെങ്കിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതോടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ബേ ലീഫിൻ്റെ ഇലയായാലും സർവ്വസുഗന്ധിയുടെ ഇലയായാലും എല്ലാവർക്കും ഇപ്പോൾ അത് കിട്ടണമെന്നൊന്നുമില്ല. പനിക്കൂർക്കയുടെ ഇലയും വേപ്പിൻ്റെ ഇലയും പിന്നെയും നമുക്ക് കിട്ടും. പക്ഷെ എന്നാൽ ഇത് രണ്ടും പെട്ടെന്ന് നമുക്ക് പാച്ച ഒരു മരം അവിടെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് നമുക്കത് പുറത്തുനിന്ന് അതിനായിട്ട് നമുക്കതൊരു കാശ് മുടക്കിയിട്ട് നമ്മളത് വാങ്ങേണ്ട ആവശ്യമില്ല. അതില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ല വെയിലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ച് നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടുന്ന സമയത്ത്. അപ്പം നമുക്ക് നമ്മുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പം ബൈ.